आज हम सूरदास का पद पढ़ेंगे। सूरदास कृष्ण भक्ति शाखा के सबसे प्रमुख कवि हैं। उनकी प्रमुख रचना है सूरसागर। കൃഷ്ണഭക്തി ശാഖയിലെ പ്രധാനപ്പെട്ട കവിയാണ് സൂർദാസ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനയാണ് സൂർസാഗർ. इसके 5 भाग हैं: विनय, बाललीला, रूपमाधुरी, मुरली माधुरी और भ्रमरगीत. यह पद भ्रमरगीत से उद्धृत हैं. इसका प्रसंग क्या है यह भी समझना है. एक बार कृष्ण वृंदावन छोड़कर मथुरा चले गए और वहाँ रहने लगे. आज हम सूरदास का पद पढ़ेंगे. सूरदास सगुण भक्ति शाखा के सर्वश्रेष्ठ कृष्ण भक्त कवि हैं. उनकी सबसे प्रमुख रचना है सूरसागर. इसके 5 भाग हैं: विनय, बालकृष्ण, रूपमाधुरी, मुरली माधुरी और भ्रमरगीत. यहाँ हमें पढ़ने के लिए एक पद है. शुरू होता है निर्गुण कौन देश को बासी. यह भ्रमरगीत से उद्धृत है. प्रसंग क्या है यह भी समझना है. एक बार कृष्ण वृंदावन छोड़कर मथुरा चले गए और वहाँ रहने लगे. നമുക്ക് പഠിക്കുവാനുള്ള പദമാണ് നിർഗുൺ കോൺ ദേശിക്കോ വാസി എന്ന് തുടങ്ങുന്നതായ പദ്. അതിൻ്റെ സന്ദർഭം കൂടി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സന്ദർഭം എന്താണെന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം കൃഷ്ണൻ വൃന്ദാവൻ വിട്ടിട്ട് മധുരയിലേക്ക് പോയി. അവിടെ തന്നെ താമസം തുടങ്ങി. ഇനി നോക്കുക, वृंदावन में राधा और गोपिकाएं अत्यधिक व्याकुल हैं या दुखी हैं. വൃന്ദാവനത്തിൽ രാധയും ഗോപികമാരും ദുഃഖിതയാണ്. उन्हें सांत्वना देने के लिए कृष्ण अपना प्रिय सखा उद्धव को गोपिकाओं के पास भेजते हैं. കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നിന്നും ഗോകുലത്തിൽ താമസിക്കുന്നതായ ഗോപികമാർക്ക് സാന്ത്വനാദേനേക്കേലിയെ അവരെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ പ്രിയ കൂട്ടുകാരനായ ഉദ്ധവനെ ഗോപികമാരുടെ അടുത്തേക്ക് അയക്കുന്നു. ഉദ്ധവ് विरहिणी गोपिकाओं को निर्गुण ईश्वर की उपासना करने का संदेश सुनाता है. ഉദ്ധവ് വിരഹിണിയായ ദുഃഖിതയായ ഗോപികമാർക്ക് നിർഗുണ ഈശ്വരനെ പറ്റിയിട്ട് അവരെ ഉപാസിക്കണം, നിർഗുണ ഈശ്വരനെയാണ് ഉപാസിക്കേണ്ടുന്നത് എന്നുള്ള ഒരു സന്ദേശമാണ് കേൾപ്പിക്കുന്നത്. ലേക്കിൻ ഗോപികായേം സാകാർ കൃഷ്ണകോ പാന ചാഹത്തി ഹെ. പക്ഷെങ്കിൽ ഗോപികമാർ ആകാരത്തോടു കൂടിയുള്ള കൃഷ്ണനെയാണ് ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. തബ് രാധാ കെ ചരൺ പർ ഏക് ഭ്രമർ आकर बैठता है. वहाँ एक ഭ്രമർ അർത്ഥ ഹെ വണ്ട്. ഒരു വണ്ട് വന്നിട്ട് അവിടെ രാധയുടെ കാലിൽ ഇരിക്കുന്നു. അപ്പോൾ ഗോപികമാർ തൻ്റെ ഉദ്ധവൻ്റെ കാര്യങ്ങൾ തിരസ്കരിച്ചുകൊണ്ട് അവർക്ക് വഴക്ക് പറയാൻ തുടങ്ങുന്നു, എതിർക്കാൻ തുടങ്ങുന്നു. ഇനി അതാണിവിടെ സന്ദർഭം. भ्रमर को संबोधित करते हुए गोपिकाएं उद्धव को उपालंब देना शुरू करती हैं. അപ്പം കാലിൽ വന്ന് ഇരിക്കുന്നതായ വണ്ടിനെ സംബോധന ചെയ്തുകൊണ്ട് ഉദ്ധവിനെ ഉപാലംബ് ദേന, ശിക്കായത്ത് ദേന, കംപ്ലൈൻറ്റ് പറയുവാൻ വേണ്ടി തുടങ്ങുകയാണ്. इसलिए इस भाग को ഭ്രമരഗീത് നാം പട. അതുകൊണ്ടാണ് ഭ്രമരത്തിനെ സംബോധന ചെയ്തുകൊണ്ട്, വണ്ടിനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഭാഗമായതുകൊണ്ടാണ് ഇതിന് ഭ്രമരഗീത് എന്ന് പേര് വന്നിരിക്കുന്നത്. യഹി ഇസ് പദ് കാ പ്രസംഗ് ഹെ. പ്രസംഗ് മീൻസ് സന്ദർഭം. ഇതാണ് ഈ പദിൻ്റെ സന്ദർഭം. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം, പദിലേക്ക് പോകാം. ആകെ ദേഖിയെ പദ്. നിർഗുൺ कौन देश को बासी. यह अन्योक्ति शैली में लिखित है. बातों को सीधे न कहकर दूसरी बातों के माध्यम से कहना अन्योक्ति है. ഇത് ഒരു അന്യോക്തി ശൈലിയിൽ എഴുതിയ ഒരു പദമാണ്.
കാര്യങ്ങളെ നേരെ പറയാതെ മറ്റൊരു രൂപത്തിൽ, മറ്റൊരു കാര്യത്തിലൂടെ, മറ്റൊരു മീഡിയത്തിലൂടെ പറയുകയാണ് അന്യോക്തി എന്ന് പറഞ്ഞാൽ. यहाँ उद्धव से सीधे न कहकर ഭ്രമർ को संबोधित करते हुए ഗോപികായേം പൂച്ഛത്തി ഹെ. ഇവിടെ ഉദ്ധവനോട് നേരിട്ട് ചോദിക്കാതെ ഭ്രമരിനെ സംബോധന ചെയ്തുകൊണ്ട് ഗോപികമാർ ചോദിക്കുന്ന ചോദ്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിർഗുൺ കോൺ ദേശിക്കോ വാസി. നിർഗുൺ, നിർഗുൺ എന്ന് പറഞ്ഞാൽ ആകാരമില്ലാത്ത, രൂപമില്ലാത്ത, അതായത് തുമാരാ നിർഗുൺ ബ്രഹ്മ കിസ് ദേശിക്കോവാസി. കോൺ ദേശിക്കോവാസി, കോൺ എന്ന് പറഞ്ഞാൽ കോൺ ദേശ് എന്ന് പറഞ്ഞാൽ കിസ് ദേശിക്കെ വാസി ഹെ. വാസി എന്ന് പറഞ്ഞാൽ നിവാസി. നിർഗുൺ കോൺ ദേശിക്കോ വാസി. മധുകർ കിഹ് സമജായി സൗഹൃദേ ഭൂജതി സാഞ്ചി ന ഹാസി. तुम्हें कहना है, तुम्हें सौगंध देकर, सौह मीन्स अर्थ है सौगंध या शबदम. शबद എന്ന് ഹിന്ദി വാക്ക് തന്നെയാണ് ശബദ്. ശബദ് खाकर कहना है, तो हमें समझाना है. जो बूझती, बूझना अर्थ है समझना. जो तुम्हें सच लगता है उसे बताना है. जो बूझती सांची, सांची अर्थ है सच. जो तुम्हें सच लगता है उसे बताना है. न हासी, केवल हंसी की बातें न बताना, केवल सच्ची बातें बताना है, हंसी की बातें न बताना. कोहे जनक, कोहे जननी, कौन नारी, कौन दासी. यदि तुम्हारा ईश्वर निराकार है, यहाँ को है जनक. जनक अर्थ है पिता, अच्छन. कौन है जननी, जननी शब्द का अर्थ है माता. ആ നിർഗുൺ ബ്രഹ്മത്തിൻ്റെ, നിർഗുൺ പരബ്രഹ്മത്തിൻ്റെ പിതാവ് ആരാണ്, മാതാവ് ആരാണ്? കോൻ നാരി. നാരി अर्थ है സ്ത്രീ എന്നാണ്. അതായത് ഉൻകി പത്നി കോൻ ഹേ, കോൻ ദാസി. ഉസ് പരബ്രഹ്മ की, उस निर्गुण ईश्वर की, ईश्वर के दासी कौन है? यदि तुम्हारा ईश्वर निर्गुण है तो इस प्रकार उन्हें जनक, जननी, नारी और दासी कोई भी नहीं होगा. लेकिन हमारा ईश्वर सगुण ईश्वर है, अर्थात हमारा ईश्वर कृष्ण है. उन्हें माता है, पिता है, पत्नी है, दासी है, सब लोग हैं. कैसे बरने वेश हैं, कैसो, किस किह रस में अभिलाषी. आगे गोपिकाएं पूछती हैं कैसे बरन, उस निर्गुण ब्रह्म का वर्ण. वर्ण कैसा है? वर्ण शब्द का अर्थ है वर्ण. उस निर्गुण ब्रह्म का रंग क्या है, वर्ण क्या है? वेश है कैसो, उनकी वेशभूषा कैसी है? किह रस, की रस में अभिलाषी. वे किस रस का अभिलाषी है? इंटरेस्टिंग थिंग्स क्या है? इस प्रकार अनेक प्रश्न सभी बातों को गोपिकाएं पूछ लेती हैं. इन सभी बातों का उत्तर देना है. पावेगा पुनि कियो आपने, जो रे करेगो घासी. इन सभी बातों का ठीक ठीक उत्तर देना है. यदि सच्ची बातें कहने से अर्थात अपने किए हुए कर्मों से पुण्य मिलेगा. आ पावेगा, पावेगा पुनि, पुनि अर्थ है पुण्य. कियो आपने, यदि आपने सच्ची बातों को बताया है तो उसे पुण्य मिलेगा. यदि झूठ बोले, जो रे करेगो घासी. घासी शब्द का अर्थ है झूठ.
या कपटता। यदि झूठ बोले तो या कपटता दिखाएं तो उसका फल तुम्हें मिलेगा। इसलिए तुम्हें सच्ची सच्ची बातों को ठीक ठीक कहना है। सूरदास कहते हैं कि गोपिकाएं कृष्ण के विरह में दुखी हैं। सुनत मौन होई रह्यो बावरो सूर सबे मति नासी। सूरदास कहते हैं कि विरह में, कृष्ण के विरह में पागल हो गई है, दुखी हो गई है। ऐसी गोपिकाओं के सारे प्रश्न सुनकर उद्धव का सारा ज्ञान, सबे मति, मति शब्द का अर्थ है ज्ञान, नासी, नासी अर्थ है नष्ट, सभी उनकी सभी बुद्धि, सारे ज्ञान नष्ट हो गए हैं। और गोपिकाओं के सामने वह कैसे रह जाता है? सुनत मौन होई रह्यो। गोपिकाओं की बातें सुनकर गोपिकाओं के सामने वह मौन रह जाता है। यहाँ हमें समझना है कि निर्गुण भक्ति और सगुण भक्ति, निर्गुण भक्ति में ईश्वर का आकार नहीं है, रूप नहीं है, लेकिन सगुण भक्ति में ईश्वर का निश्चित रूप है। कृष्ण हम कहने से कृष्ण का रूप, उसकी वेशभूषा, उसके पिता माता आदि सभी बातें हम पहचानते हैं या हम समझ लेते हैं। लेकिन निराकार परब्रह्म का, निराकार ईश्वर का रूप ही नहीं है। इस पंक्तियों की, इस पद की विशेषता क्या है, यह भी देखना है। इस पद में वियोग श्रृंगार का चित्रण करते हुए सूरदास ने निर्गुण भक्ति पर सगुण भक्ति की विजय സ്ഥാപിത की है। ഈ പദ് എന്ന് പറഞ്ഞാൽ 4 വരിയോ 6 വരിയോ അല്ലെങ്കിൽ അതിലധികമോ വരികളുള്ള കവിതകളാണ് പദ് എന്ന് പറയുന്നത്. ദോഹ എന്ന് പറഞ്ഞാൽ ഈരടികൾ 2 വരിയെ കാണുകയുള്ളൂ. പക്ഷേ പദ് എന്ന് പറഞ്ഞാൽ 4 അതിലധികമോ ആവാം. ഈ പദിൽ सूरदास എന്തിനെ പറ്റിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വിയോഗ ശൃംഗാർ കാ ചിത്रण करता है. വിരഹത്തെയാണ് വിയോഗ ശൃംഗാറിന്. ശൃംഗാറിന് 2 തരമാണുള്ളത്, വിയോഗ ശൃംഗാർ और സംയോഗ ശൃംഗാർ. ഈ വിയോഗ ശൃംഗാറിൻ്റെ അവസ്ഥ ഒന്നുകിൽ പതി ഒരിടത്തും പത്നി വേറെ ഒരിടത്തും ആകുമ്പോൾ അവിടെ വിയോഗ ശൃംഗാർ ആണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൃഷ്ണൻ ഒരു സ്ഥലത്ത്, ഗോപികമാർ മറ്റൊരു സ്ഥലത്താണുള്ളത്. അവിടെ കൃഷ്ണൻ്റെ ദുഃഖത്തിൽ വിയോഗ ശൃംഗാർ ഭാവനയാണ് ഉള്ളത്. ആ വിയോഗ ശൃംഗാരത്തെ ചിത്രീകരിച്ചുകൊണ്ട് സൂർദാസ് നിർഗുണ ഭക്തിയാണ് ഉദ്ധവ് ഇവിടെ വന്നിട്ട് സംസാരിച്ചത്, സന്ദേശം നൽകിയിരിക്കുന്നത് നിർഗുണ ഭക്തിയെ പറ്റിയാണ്. ആ നിർഗുണ ഭക്തിയുടെ മേലെ സഗുൺ ഭക്തിക്ക് വിജയ് സ്ഥാപിക്കുകയാണ്. സഗുണ ഭക്തി, ആകാരത്തോടു കൂടിയുള്ള കൃഷ്ണ ഭക്തി, അതാണ് ഇവിടെ വിജയിക്കുന്നത്. നിർഗുണ ഭക്തിയുടെ മേലെ സഗുണ ഭക്തി വിജയിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഉദ്ധവന് ലാസ്റ്റ് ഒന്നും സംസാരിക്കാൻ പറ്റാതെ നിശബ്ദനായി ഇരിക്കേണ്ടി വന്നത്. അവിടെ എന്ത് വിജയിക്കുന്നു? സഗുണഭക്തി, അതായത് ഗോപികമാരുടെ വാക്തർക്കങ്ങളിൽ ഉദ്ധവ് പരാജയപ്പെടുന്നു. യഹാം സൂർദാസ് കാ ദാർശനിക ദൃഷ്ടികോൺ ഹം ദേഖ് സക്തേ ഹം. ഇവിടെ സൂർദാസിൻ്റെ ദാർശനികമായ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു വീക്ഷണമാണ് നമുക്ക് കാണാൻ സാധിക്കുക. सूरदास ने व्रजभाषा के माध्यम से कृष्ण भक्ति को फैलाने का महान कार्य किया है. അതുകൊണ്ട് തന്നെ സൂർദാസ് ഈ പദിൽ വ്രജഭാഷയിൽ എഴുതിയ പദമാണല്ലോ, അതുകൊണ്ട് വ്രജഭാഷയിലൂടെ കൃഷ്ണഭക്തിയെ എല്ലായിടത്തും വ്യാപിപ്പിക്കുവാനുള്ള ഒരു മഹത്തായ കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.